എല്ലാവർക്കും നമസ്കാരം. റോമർ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിലല്ലേ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ മീനിങ് വരുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും എന്താണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആരും എന്താണ് വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹവും നിർണയപ്രകാരം നമ്മൾ വിളിക്കപ്പെട്ടവരും ആയതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് അല്ലേ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ തേടി വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെയുള്ളവർക്ക് ദൈവം എന്താണ്, സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എന്തും ചിലപ്പോൾ നമ്മൾക്ക് തോന്നും, അയ്യോ ഇതത്ര ശരിയല്ലല്ലോ, ഈ കാര്യം ശരിയല്ലല്ലോ, ഇതെനിക്ക് നന്മയ്ക്കായിട്ടല്ലല്ലോ എന്നൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എല്ലാം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്താണ്, എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് വചനം നമ്മളോട് പറയുന്നത് അല്ലേ. നമ്മളുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കിക്കുക, എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ വിചാരിച്ചു നമ്മൾ തീർന്നു പോയി അല്ലേ. നമ്മൾ വിചാരിച്ചു, മറ്റുള്ളവർ വിചാരിച്ചു, നമ്മളുടെ ശത്രുക്കൾ വിചാരിച്ചു നമ്മൾ തീർന്നു പോയി, എൻഡിങ് എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ച് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, അല്ലെങ്കിൽ ഇനി ഇവർക്കൊരു ജീവിതമില്ല, ഇവർക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, സകല വഴികളും അടഞ്ഞു എന്ന് നമ്മളും നമ്മളുടെ നമ്മളെ അറിയുന്നവരും നമ്മുടെ ശത്രുക്കളുമായിട്ടുള്ളവരൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കിയിരുന്ന സ്ഥാനത്താണല്ലേ നമ്മളെയൊക്കെ ദൈവം എത്രയോ അത്ഭുതകരമായി വിജയകരമായി നമ്മളെ മുൻപോട്ട് നടത്തി. അതൊക്കെ നമ്മളുടെ എന്തെങ്കിലും മിടുക്ക് കൊണ്ടോ നമ്മളുടെ കഴിവ് കൊണ്ടോ വല്ലതുമാണോ? ഒന്നുമല്ലല്ലേ. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഇനി നിർണയപ്രകാരം നമ്മളെ വിളിച്ച് ചേർത്ത് കൊണ്ട് മാത്രമായോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം അല്ലേ. ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ തേടി വരുന്നത്. അപ്പോൾ അതെല്ലാം എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് കൂടി തീർക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം തളർന്നു പോകാവുന്ന രോഗങ്ങൾ വന്നപ്പോൾ അല്ലേ നമ്മൾ വിചാരിച്ചു എൻഡിങ് ആണെന്ന് വിചാരിച്ചു അല്ലേ. യാത്ര ചെയ്തപ്പോൾ ഇതും എൻഡിങ് ആണെന്ന് വിചാരിച്ചു. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ നമ്മളെ തേടി വന്നു. അത് നമ്മളുടെ മിടുക്ക് കൊണ്ടോ നമ്മളുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു വചനത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് അല്ലേ. ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദത്തമാണ് നമ്മളുടെ മേൽ കിടക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അല്ലേ. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച ജോലി ആയിരിക്കില്ല നമ്മൾക്ക് കിട്ടുന്നത് അല്ലേ. നമ്മളൊരു നല്ല കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഒരു പക്ഷേ നമ്മൾക്ക് അവിടെ കിട്ടുന്നുണ്ട്, അവിടെ ജോലി കിട്ടിയല്ല, അതിലും താഴ്ന്ന ഒരു കമ്പനിയിലായിരിക്കും കിട്ടുന്നത്. എന്നാൽ ആ ഒരു വലിയ കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത കമ്പനിയിൽ കഴിഞ്ഞും നല്ല പോസ്റ്റും നല്ല സാലറിയും തന്ന് മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇനി അതുകൂടാതെ എന്താണ്, അതിനെ കഴിഞ്ഞ് നല്ലൊരു സ്ഥലത്തോട്ട് ദൈവം വേറൊരു വഴി നമ്മൾക്ക് തുറന്നു തരും അല്ലേ. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മുടെ പഠനത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് എടുത്ത് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, അങ്ങനെയുള്ളൊരു ചിന്തകളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നിരാശപ്പെടേണ്ട. അവിടെയൊക്കെ ദൈവം എന്താണ്, ദൈവം നമ്മൾക്ക് വേണ്ടി പുതുവഴികളെ തുറന്ന് എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കുന്ന ഒരു ദൈവമാണ്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ആയിരിക്കില്ല നമ്മൾക്ക് കിട്ടുന്നതല്ലേ, നമ്മൾ ആഗ്രഹിക്കാത്തതായിരിക്കും കിട്ടുന്നത്. എന്നാൽ അതെല്ലാം ദൈവം എന്താണ്, നമ്മൾക്ക് നന്മയ്ക്കായിട്ട് തീർക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ എവിടെ പോകുമ്പോഴും ചിലപ്പോൾ നമ്മൾക്ക് തോന്നും, ഓ തടസ്സമാണല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. എന്നാൽ ദാവീദിനെ പോലെ അല്ലേ, ദാവീദ് എന്തായിരുന്നു, ദാവീദ് ഒട്ടും വിചാരിച്ചില്ല. ദാവീദ് ഒരു ഇടയച്ചർക്കനായിട്ടും ആടുകളെ മേയിച്ച് നടന്നപ്പോൾ ദാവീദ് ഒരിക്കലും വിചാരിച്ചില്ല ദാവീദിനെ ഇത്രയും വലിയൊരു പൊസിഷനിലോട്ടും ദൈവം കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് ആരും വിചാരിച്ചില്ലല്ലേ. ദാവീദിൻ്റെ അപ്പനും അമ്മയും വിചാരിച്ചില്ല, ദാവീദിൻ്റെ സഹോദരങ്ങൾ വിചാരിച്ചില്ല, അയൽവക്കക്കാർ വിചാരിച്ചില്ല, ആരും വിചാരിച്ചില്ല. ഈവൻ എന്താണ് പറയുക, ശമൂവേൽ പോലും വിചാരിച്ചില്ല. ശമൂവേൽ അവിടെ തൈലക്കൊമ്പുമായിട്ട് ചെന്നപ്പോൾ ആരെയാണ് നോക്കിയത്? ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവനെ ഒക്കെ നോക്കിയല്ലേ. പക്ഷേ ദൈവം എന്താ പറഞ്ഞത്, ദൈവം കണ്ടവനെ ദൈവം കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ശമൂവേലിന് പോലും ഒരു പക്ഷേ എന്താ പറയുക, വലിയ അതിശയം തോന്നിയിട്ടുണ്ടാകും. കാരണം വേറെ ചേട്ടന്മാരൊക്കെ അതിലും വലിയ എന്താ പറയുക ആൾക്കാരായിട്ട് നിൽക്കുക, പക്ഷേ ഏറ്റവും ചെറിയ ഈ ചെറുക്കനെയാണ് തിരഞ്ഞെടുത്തത്. അതാണ് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതല്ലേ, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഇന്ന് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ സിറ്റുവേഷനുകളിലും നമ്മൾ ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ടൊക്കെ തീർന്നു, ഇവിടം കൊണ്ടൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ദൈവം നമ്മൾക്ക് വേണ്ടി വലുത്
ശ്രേഷ്ഠമായതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ദൈവത്തെ ഒന്ന് സ്നേഹിച്ചാൽ മതി അല്ലേ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം അല്ലേ? അല്ലാതെ നമ്മൾ അനുസരിക്കാതെ നമ്മൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ചെയ്യുമല്ലേ? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓർക്കുക, നമ്മൾ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? ദൈവം എല്ലാം നമ്മളുടെ ജീവിതത്തിലെ സകലതും നന്മയ്ക്കായിട്ട് തീർക്കുന്ന ഒരു ദൈവമാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. അതൊക്കെ പിന്നീട് പറയാം. എനിക്കെന്നല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. ഓരോരുത്തരുടെയും ജീവിതം എടുത്താലല്ലേ ഒരു അത്ഭുതം, ദൈവം ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഓർക്കുക, ഇന്ന് കയ്പിൻ്റെ അനുഭവങ്ങളാണെങ്കിൽ നാളെ അത് മധുരമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്നും മറന്നു പോകരുത്. ഇന്ന് ആരെങ്കിലും നിരാശയിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്നുവെങ്കിൽ എൻ്റെ ലൈഫിന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് കരുതി ആരെങ്കിലും യാദൃശ്ചികമായി വന്നെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനടുത്തേക്ക് ദൈവം മതവും ജാതിയും ഒന്നും നോക്കുന്ന ദൈവമല്ല. ആ ദൈവത്തിൻ്റെ അടുത്തോട്ടൊന്ന് കടന്നു ചെന്നാൽ മതി. ആ ദൈവത്തെ ഒന്ന് സ്നേഹിച്ചാൽ മതി. ആ ദൈവത്തെ ഒന്ന് വിശ്വസിച്ചാൽ മതി. ആ ദൈവം എല്ലാവർക്കും വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. കാരണം യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകരക്ഷിതാവ് അല്ലേ? ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്നത്, അല്ലാതെ കുറച്ച് ആൾക്കാരെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്ന ദൈവമാണ്. ആ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട. ഇന്നത്തെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെടേണ്ട. നല്ല നാളുകളെ ഒരുക്കി വെക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. നമ്മളുടെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമാണ്. അതിന് ഓരോന്നിനും നമ്മൾ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരിനും ദൈവത്തിൻ്റെ മുൻപിൽ കണക്കുണ്ട് കേട്ടോ. ദൈവം അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് അല്ലേ? അത്രയും നമ്മളെ കരുതുന്ന ഒരു ദൈവം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുവാൻ ആരും പരിശ്രമിക്കരുത്. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ നിർത്തുന്നത്. ആ സ്നേഹം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവർ ദൈവത്തെ അറിയുവാനായിട്ട് കടന്നു വരിക. ആ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിക്കുക. അപ്പോൾ മനസ്സിലാകും, ഞാൻ എത്ര ശൂന്യതയിലായിരുന്നു, എന്നാൽ ഇന്ന് എല്ലാം ഉള്ളവനാക്കി അല്ലെങ്കിൽ ഉള്ളവളാക്കി എൻ്റെ ദൈവം എന്നെ തീർത്തല്ലോ എന്ന് പറയത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇത് വെറും വാക്കുകളല്ല, അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.